ഹലോ, AK റിവ്യൂ ചാനലിലെ ആദ്യത്തെ റിവ്യൂ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പോൾ സിനിമ ഇന്ന് രാവിലെ 10 മണിക്കത്തെ ഷോ വനിതയിൽ പോയി കണ്ടു. ഇപ്പോൾ ഈ ടൈമിലാണ് വീട്ടിലെത്തിയത്. അപ്പോൾ നമുക്ക് അധികം വയ്യാതെ സിനിമയുടെ അഭിപ്രായത്തിലേക്ക് കിടക്കാം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ, അതിലുപരി നല്ലൊരു വെൽ സോഷ്യൽ മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡിജോ ജോസ് ആൻ്റണി ഡയറക്ടറിൻ്റെ പടത്തിൽ ഏറ്റവും നമ്മളെ കുറച്ച് പ്രതീക്ഷിച്ചത് അത് തന്നെ കിട്ടി. നമ്മൾ ഈ സിനിമയുടെ ടീസർ കണ്ടതിൽ അതിൻ്റെ ട്രാക്ക് അനുസരിച്ച് നോക്കുക, അത് തന്നെയാണ് സിനിമയിലകത്ത് ചെയ്യുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയും നല്ല രീതിയിൽ അതിനുപരി നല്ല സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് അവതരിപ്പിച്ചൊരു ഫസ്റ്റ് ഹാഫായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു ഫസ്റ്റ് ഹാഫായിരുന്നു. നിവിൻ പോളിയും ആസ് യൂഷ്വൽ പുള്ളിയുടെ പെർഫോമൻസ് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് ഫുൾ സിനിമ കൊണ്ടുപോയത്, ഏറ്റവും എടുത്ത് പറയാനുള്ളത്. പിന്നെ ധ്യാൻ ശ്രീനിവാസനും പുള്ളിയുടെ റോൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ കിടക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ കാണാൻ കുറച്ച് മുകളിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അല്പം ഇമോഷൻസായിട്ട് കൊണ്ടുപോകുന്ന സെക്കൻഡ് ഹാഫാണ്. അതിൻ്റെ ഉപരി പിന്നെയും എൻ്റർടൈനിങ് ചെയ്യിപ്പിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് എനിക്ക് തോന്നിയത്. ടോട്ടലി പറയാൻ ഒരു എൻ്റർടൈനിങ്ങുമാണ്. പിന്നെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഒരു വെൽ സോഷ്യൽ മെസ്സേജ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ. സിനിമയുടെ മേക്കിങ്ങും പിന്നെ BGM മ്യൂസിക് ആ ലെവൽ അത്ര നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ടോപ്പ് നോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിവിൻ പോളിയും കൂടാതെ ബാക്കി എല്ലാവരും മഞ്ജു ചേച്ചിയും, അതായത് മഞ്ജു പിള്ള, പിന്നെ എല്ലാവരും അനശ്വര രാജൻ, എല്ലാവരും അവർ ചെയ്യാൻ പറ്റുന്ന റോൾ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒട്ടേറെ കൈയടിക്കാൻ ചില എലമെൻറ്റ്സ് സിനിമയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കൈയടിക്കാൻ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫിലും കൈയടിക്കാൻ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ടോട്ടലി എടുത്ത് പറയുകയാണെങ്കിൽ നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹത്തിൻ്റെ കഥ പറയുന്നതാണ്. നമ്മൾ ഇന്ത്യൻസ്, അതായത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അഭിമാനിച്ച് കൈയടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നൊരു സിനിമയാണ് ഇത്, മലയാളി ഫ്രം ഇന്ത്യ. നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ദിവസമാണ് ഇന്ന്, അതും ഈ സിനിമ റിലീസ് ചെയ്തത് കാണണം. കാരണം മലയാളികൾക്ക് നെഞ്ച് പിടിച്ച് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങ് ഇറങ്ങാം, അത്രയും നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ലെവലാണ് പോകണമെങ്കിൽ സിനിമ മിനിമം ഒരു ബ്ലോക്ക് ബസ്റ്റർ ലെവൽ അടിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം കുറേ കാലത്തിന് ശേഷം നിവിൻ പോളി എന്ന ആക്ടറിൻ്റെ ശക്തമായൊരു തിരിച്ചു വരവാണ്. നിവിൻ പോളി ഈസ് ബാക്ക് ആൻഡ് ദിസ് ഇസ് എ റിയൽ കം ബാക്ക് ഓഫ് നിവിൻ പോളി. അത്രയും നന്നായി ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമ. പിന്നെ സിനിമയുടെ ഇന്നത്തെ റെസ്പോൺസ് നോക്കിയപ്പോൾ എല്ലായിടത്തും ഓവറോൾ നല്ല പോസിറ്റീവാണ്. എന്നാലും ചിലയിടത്തൊരു മിക്സഡായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഈ സിനിമയ്ക്ക് ഡീഗ്രേഡിങ് ആയിട്ട് നടത്താനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഫിലിമാണ്. അപ്പോൾ അതുമായി ചേർത്തിട്ട് ഈ പാർട്ടീസിനും വെച്ചിട്ട് കിടന്ന് സിനിമയ്ക്ക് ഡീഗ്രേഡിങ് നടത്താനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് ഉറപ്പായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടമാണ് മലയാളി ഫ്രം ഇന്ത്യ. അത്രയും നന്നായി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 4.5 തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.